മക്കളെ, അപ്പോൾ നമ്മുടെ SSLC മക്കളുടെ എല്ലാവരുടെയും എക്സാംസ് ഒക്കെ ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 1 കൂടി തന്നെ നിങ്ങളുടെ IT എക്സാം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പിന്നെ നമ്മുടെ മോഡൽ എക്സാം, പബ്ലിക് എക്സാം എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അല്ലേ, SSLC എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഫുൾ A+ വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫുൾ A+ൽ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന മാർക്ക് മാത്രമല്ല അല്ലേ, നമുക്ക് C മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു C മാർക്ക് എങ്ങനെയാണ് നമ്മളുടെ മാർക്സിനെ, നമ്മുടെ എക്സാമിനെ, നമ്മുടെ ഫുൾ A+നെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാകും. പക്ഷെ അതല്ല ബസ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ കുറേ മക്കൾക്കുള്ളൊരു സംശയമായിരിക്കും, എപ്പോഴാണ് ഈ C മാർക്ക് നമ്മുടെ ടീച്ചേഴ്സ് എൻട്രി ചെയ്യുക അല്ലേ? കാരണം C മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചേഴ്സ് മാർക്ക് കുറയ്ക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ C മാർക്ക് കുറയുമോ, നമ്മളെ നോട്ട്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ C മാർക്ക് അല്ലേ, നോട്ട്സ് കറക്റ്റ് ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ C മാർക്ക് കുറയും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ സംശയം ഉണ്ടാകും. അപ്പോൾ C മാർക്ക് ജസ്റ്റ് ഒന്ന് എൻ്ററായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നൊരു ആശ്വാസമാണ് അല്ലേ, ഇനി പിന്നെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ C മാർക്കിനെ ബാധിക്കില്ലല്ലോ എന്നുള്ളൊരു സമാധാനം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ C മാർക്ക് എന്ന് പറയുന്നൊരു സംഭവം ഇന്നലെ മുതൽ നമ്മുടെ ടീച്ചേഴ്സ് എൻ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ദിവസങ്ങളൊന്നും ഈ C മാർക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവില്ല, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ C മാർക്കിൻ്റെ എൻട്രി കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ലീവ് എടുക്കാൻ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട്, മോഡൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മക്കൾക്കൊക്കെ ആണെങ്കിലും, അതേപോലെ തന്നെ ഇനി ഈ C മാർക്കിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന മക്കൾക്കൊക്കെ ഒരു ആശ്വാസമായിരിക്കും. ഇന്നലെ മുതൽ C മാർക്കിൻ്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും. മറ്റൊരു കാര്യമാണ്, പക്ഷേ എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് വരിക, എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം മക്കളെ, ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും, മറ്റന്നാളത്തേക്കൊന്നും പോകേണ്ട വരില്ല, നാളെയോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മളുടെ IT എക്സാം നിങ്ങൾ ഫെബ്രുവരി 1 തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് മുൻപായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ഇന്ന് രാത്രിയോട് കൂടി അല്ലെങ്കിൽ നാളെയോട് കൂടിയൊക്കെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നുണ്ടാകും. ഈ 2 കാര്യമാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ ബാക്കി നിങ്ങൾക്ക് ഈ C മാർക്കിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ടാകും. അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു എക്സാം കാര്യത്തിൽ വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും, ഇപ്പോൾ സബ്ജക്റ്റ് വീഡിയോസ് ആയിക്കോട്ടെ അല്ലാത്തതൊക്കെ എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക.